ബംഗളൂരു IIM-ൽ നിന്നും മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം. പഠനത്തിന് ശേഷം 2.5 ലക്ഷം രൂപയിലേറെ മാസ ശമ്പളത്തിൽ ജോലി. അതിനിടെ പല ഉന്നതരുമായി ബന്ധം. കൊച്ചിയിലെ വൈറ്റ് കോളർ ലഹരി ഇടപാട് കേസിലെ പ്രതി കെവിനെക്കുറിച്ചുള്ള കഥകൾ അതിശയിപ്പിക്കുന്നതാണ്. കുട്ടിക്കാലം മുതൽ പഠിക്കാൻ മിടുക്കനായിരുന്ന കെവിനെ വീട്ടുകാർ ലാളിച്ചാണ് വളർത്തിയത്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരിച്ചതോടെ അയാൾ ലഹരിയിലേക്ക് നീങ്ങി. പിന്നെ മയക്കുമരുന്നിൻ്റെ പ്രധാന ഡീലറായി. ബംഗളൂരു വഴി കൊച്ചിയിൽ ലഹരി എത്തിച്ച് ഡോക്ടർമാർക്കും IT ജീവനക്കാർക്കും ഉൾപ്പെടെ എത്തിച്ചു നൽകും. കെവിൻ പിടിയിലായതോടെ ഒരു യുവതി ഉൾപ്പെടുന്ന സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നാണ് സൂചന. കൊച്ചിയിലെ വൈറ്റ് കോളർ ലഹരി ഇടപാട് കേസിൽ മുഖ്യപ്രതി കെവിന്റെ ബന്ധങ്ങൾ തേടിയാണ് പോലീസിന്റെ അന്വേഷണം. പ്രതിയുടെ ഫോൺ പരിശോധനയിൽ കൊച്ചിയിലെ ചില ഡോക്ടർമാരുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. തനിക്ക് ബംഗളൂരുവിൽ നിന്നും ലഹരി കൈമാറിയിരുന്നത് ഒരു യുവതിയും സംഘവുമെന്നാണ് കെവിൻ പോലീസിന് നൽകിയ മൊഴി. ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിലാണ് കെവിന്റെ ലഹരി ഇടപാടുകൾ. ബംഗളൂരുവിലുള്ള തിരുവല്ല സ്വദേശിനി ഗീതുവും സംഘവുമാണ് കെമിക്കൽ ഡ്രഗുകൾ കൈമാറുന്നതെന്നാണ് സൂചന. പ്രതി പിടിയിലാകുന്നതിന് തൊട്ടു മുൻപ് 2 ലക്ഷം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും തമ്മിൽ നടന്നിട്ടുണ്ട്. ഗീതു ബംഗളൂരുവിൽ നിന്ന് ലഹരി തൊടുപുഴയിൽ എത്തിച്ചു നൽകും. താൻ അവിടെ എത്തി ഇത് വാങ്ങും. കൂടുതൽ പണമുണ്ടാക്കുന്നതിനാണ് ലഹരി ഇടപാടുകളിലേക്ക് തിരിഞ്ഞതെന്നും കെവിൻ മൊഴി നൽകി. മൊബൈൽ ഫോണിന്റെ കൂടുതൽ രേഖകൾ ലഭിച്ച ശേഷം വീണ്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ലഹരി ഇടപാട് കേസിൽ പിടിയിലായ പ്രതി കെവിൻ പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസമാണ് ലഹരിയുമായി തൃക്കാക്കര സ്വദേശി കെവിനെ പിടികൂടുന്നത്. നൈറ്റ് പാർട്ടിയിലെ പ്രധാന ഡ്രഗ് ഡീലറാണ് ഇയാളെന്നാണ് കണ്ടെത്തൽ. കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിലെ ലഹരി പാർട്ടിക്ക് ലഹരി വിതരണം ചെയ്തത് കെവിൻ എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. കഴിഞ്ഞ വർഷം മാത്രം ഇയാൾ 22 ലക്ഷം രൂപയുടെ ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടെ പ്രതി തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇയാൾ കഴിഞ്ഞ വർഷവും ഡാൻസ് ഓഫിന്റെ പിടിയിലായതാണ്. അന്ന് കെവിനൊപ്പം 3 യുവതികളാണ് ഉണ്ടായിരുന്നതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.